അല്ല നമ്മള് നേരത്തെ അല്ല ചേട്ടാ ഈ ബാറ്റും കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചതാ. ഞാനാ ഈ ബാറ്റും കൊണ്ട് ഈ ഡ്രസ് മാറ്റി അവിടെ പോന്നു. അതെ ഞാൻ ചൂണ്ടയിടാൻ പോകും. തുണ്ടെന്നുണ്ടാൻ കിട്ടുമ്പം ഒരു ശകലം തുണ്ട് ഞങ്ങൾ കൂടെ തരണേ. എനിക്ക് ഏത് ഭാഗം വേണോ എന്റെ? ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഞങ്ങൾ തല ഒഴിച്ച് ബാക്കിയുള്ള ജനലിനെ നോക്കി എങ്ങനെ കല്ലെറിയാം? പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്ത് അപ്പുറത്തെ വീട്ടിലെ ജനലൊക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കല്ലെടുത്തെറിഞ്ഞിട്ട് ഒരുപാട് ഓടേണ്ട ഒരു അവസരം നമുക്ക് വന്നിട്ടുണ്ട്. ജനൽ കല്ലെടുത്തറിഞ്ഞിട്ടില്ല, ജനൽ വഴി നോക്കിയിട്ടുണ്ടല്ലേ? ശരിയാ, ഞാൻ എന്റെ അച്ഛൻ ഈ ലോക്ക്ഡൌണിലെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടായിരുന്നു. ഈ ലോക്ക്ഡൌണിൽ ആരുടെ ഡ്രൈവിംഗ് പഠിച്ചത്? ആയിരിക്കും. ആരനാട് ജനിച്ചാൽ ഒരു വരി കട പൊളിഞ്ഞ് കിടക്കണം ആയിരിക്കും. വണ്ടി ഓടിക്കാൻ ഭയങ്കര പ്രഗത്ഭരായിട്ടുള്ള ഇവര് രണ്ടുപേരെയും കൂടെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാറും കൊടുത്തിട്ട് ഒന്ന് മൂന്നാറിലേക്ക് വിട്ടാ ഇവർ ഒരുമിച്ചിട്ടാ എന്തായിരിക്കും അവസ്ഥ? മൂന്നാറിലോട്ട് ഇവരെ പറഞ്ഞു വിടണം. എന്നിട്ട് നമ്മള് സേലത്ത് പോയി നിൽക്കണം. അവിടെ വണ്ടി എടുക്കുമ്പോ മിനിമം ഒരു ഗിയറിൽ പോവാ. ഒരു 3-ലൊക്കെ പോയി കഴിഞ്ഞാൽ മിനിമം സ്പീഡാണ്. വണ്ടിയിൽ പെട്രോൾ ആണ് ഡീസലാണ് ഇപ്പൊ പോണ വണ്ടി? പെട്രോള് വില കുറവേ ഇതിനകത്ത്. എന്നാ മണ്ണെണ്ണ സാസുലേക്ക് വരികയാണ്. സാസു, ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് മീൻസ് അവരെ ഫേവർ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നിന്ന് ഇപ്പൊ എന്തെങ്കിലും കയറിയതല്ലേ, ഇത്രയും എടുത്തിടിപ്പിച്ചതല്ലേ, സോ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തേക്കാം എന്ന് വിചാരിച്ച് മനസ്സോടെ എടുക്കുന്ന ഒരാളല്ല. സ്വാസു എങ്ങനെയാണ് 10 മിനിറ്റ് കൊണ്ട് ഏത് ഷോപ്പിൽ കയറിയാലും അവിടെ നിന്ന് ഡ്രസ് എടുത്ത് പോരോ? അത് മോട്ടിക്കാൻ കാരണമല്ലല്ലോ 10 വർഷം കൊണ്ട് എടുത്തിട്ട് വരും. മോട്ടിക്കാൻ കാരണമല്ലല്ലോ 10 വർഷം കൊണ്ട് എടുത്തിട്ട് വരും. ശ്രീവിദ്യയോട് ഒരു ചോദ്യം. ശ്രീവിദ്യ, ഈ ഫ്ലൈറ്റ് ഓടുന്ന എന്ത് ഓയിൽ വെച്ചിട്ടാ? ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വില കുറഞ്ഞ ഇന്ധനമാണ് ഫ്ലൈറ്റിൽ യൂസ് ചെയ്യുന്നത്. എന്തൊരു പാമയില്ല. ഏത് പടത്തില്? പുലിമുരുകൻ ചെയ്യുന്ന സമയത്ത് ഫൈറ്റേഴ്സ് എന്നെ ഒന്ന് തൊഴുവും. എന്നിട്ട് അവര് ഈ പൂജ വെപ്പിന് ഭയങ്കരമായിട്ട് അവരെല്ലാം ഈ പൂജ വെക്കും. പൂജ വെച്ചിട്ട് എന്നെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. കാലട്ടം വരെ ഉണ്ടായിരുന്നു അവിടെ. ഞാൻ പോയി 10 അടിച്ചു പഠിച്ച് ഇവര് സെപ്പറേറ്റ്. മുരുകനകത്താണെങ്കിൽ ചിലപ്പോ കരടിയാന്ന് ഓർത്ത് ബഹുമാനിച്ചത്. പോയിട്ടില്ലല്ലോ. ഞങ്ങളിപ്പോ സ്കൂളിൽ പോയത് പഠിക്കാനായിട്ടാ, എന്നിട്ട് സമരം ചെയ്യാനല്ല. എന്നാലും ഇത് അറിയാലോ, എഞ്ചിനീയർ ആയിട്ട് നിൽക്കുന്നു. എന്തിനാണ് എന്റെ ജോലിയൊക്കെ ഇവിടെ പറഞ്ഞത്? ഞാൻ മറച്ചു വെച്ചേക്കുമല്ലായിരുന്നു അത്. നീ എന്നെ ഒന്ന് മനസ്സിലാക്കും. എന്ത് മനസ്സിലാക്കാൻ? ചേച്ചി എന്നെയും കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? എനിക്ക് ഭർത്താവില്ല. എന്തുകൊണ്ട്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഒരു മിനിറ്റ് ജസ്റ്റ് ഒരു മിനിറ്റ്. എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ. ആരെങ്കിലും ഒന്ന് ഊരി തരുമോ? ഈ സാധനം ഒന്ന് ഊരി തരുമോ പ്ലീസ്? കാണാൻ ഒന്ന് ഊരി തരുമോ? കൈ കുരുങ്ങി തബലയായിരുന്നാടാ. ഒന്ന് ഞാൻ വിചാരിച്ച് നിന്റെ 1 സൈഡ് ഇഞ്ചക്ഷൻ വെച്ചിരിക്കും. നല്ല കോമഡി. ആ കോമഡി ഇതിനകത്തിട്ട് അടച്ചു പോയി. നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് മമ്മൂക്ക. പുള്ളിയുടെ ഏറ്റവും കരുത്തുറ്റ കഥാപാത്രങ്ങളിലൊന്നാണ് ചന്തു. അല്ല, ഞാൻ ചോദിച്ചത് ഇത് ഏത് സിനിമയിലാണ്? ഒരു വടക്കൻ വീരഗാഥ. ഇതിന്റെ ഡയറക്ടർ ആരാ? ഡയറക്ടർ ഈ കഥ തിരക്കഥ ആരാ? നിനക്ക് എന്താണ്? ഒരു അവസരം കൂടെ കൊടുത്തേക്കാം. ഒരു പാട്ട് പാടി കൊണ്ടൊന്നല്ലാണ് ആ പാട്ടില്ലേ? അപ്പൊ മ്യൂസിക് ഡയറക്ടറാണ്. ഇനി മേലാൽ ഇങ്ങനെ പൊക്കി പറയരുത്. ഒരു വ്യക്തിയെ പറയണതിന് എന്താ പ്രശ്നം ചിന്നു? ആർട്ട് ഡയറക്ടറുടെ പേരെന്താടാ ഈ സിനിമയുടെ? ആ ഡയറക്ടറിന്റെ നമ്മളെ പോലുള്ളവർ ഒരു പക്ഷേ സിനിമ മാത്രം കണ്ടിരിക്കും. പക്ഷെ അസീസ്ക പറഞ്ഞ എന്ത് ചെയ്യണമെങ്കിലും പഠിക്കും എന്നാണ് പറഞ്ഞത്. ഈ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ കടലുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എനിക്ക് അറിയാൻ ചോദിക്കാവോ? അറിയാൻ വേണ്ടിയാണ്. ഈ ശാരദ പറഞ്ഞ എപ്പോഴാണ്? ശാരദ മഴക്കാരൊക്കെ വന്നിട്ടല്ലോ ശാരദ വന്നേ എന്നും പറഞ്ഞിട്ട് അത് എപ്പോഴാണ്? അത് അറിയാൻ വേണ്ടിയാണ്. ശാരദ നിന്റെ കൂട്ടുകാരിയാണോ? പിന്നെ ശാരദ അല്ല, പല സിനിമയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ശാരദ വന്നേ എന്ന് പറഞ്ഞിട്ട് വള്ളമൊക്കെ കൊടുത്തിട്ട് അങ്ങ് പോകും. എടാ നെത്തോലി ശാരദ അല്ല, അത് ചാകരയാണ്. എന്നെയും കൂടെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ കടപ്പുറത്തെടുത്ത ശാരദ വന്നേ വിളിച്ചോണ്ട് നടക്കും.
എനിക്ക് അപ്പോഴേ മനസ്സിലായി ജിമ്മി നടിച്ചു മാറ്റിക്കോളൂ. എന്റെ ലൈഫിൽ ഞാൻ ജിമ്മിൽ പോയിട്ടില്ല. ആ എനിക്ക് ഇങ്ങോട്ട് പോവാൻ ഉദ്ദേശിക്കുന്നില്ല. ആ എനിക്ക് എന്തിനാ ഇത്? ഇത് വെറും 2 കിലോ ഉള്ളു. ഇത് വെറും 2 കിലോ ഉള്ളൂന്നോ? അതെങ്ങനെ ഉപയോഗിക്കണത് പറഞ്ഞു കൊടുക്ക അവൾക്ക്. അത് വൈകുന്നേരം വെള്ളത്തിലിടണം, എന്നിട്ട് കാലത്ത് അരച്ച് അപ്പുണ്ടാക്കി തിന്നാ മതി. ഇതൊന്ന് സംസാരിക്കാൻ അനുവദിക്കുക. സംസാരിക്കുക. കുട്ടിയുടെ ആദ്യത്തെ പെണ്ണ് കാണലാണോ? എന്റെ 52ാമത്തെ പെണ്ണ് കാണല. കൊച്ചിലെ മുതൽ പെണ്ണ് കാണൽ തുടങ്ങിയതായിരിക്കും അല്ലേ? കറക്റ്റ്. ഇതാരാ എന്റെ ഫ്രണ്ട് വന്നിക്കുന്നത്? മാമാട്ടിക്കുട്ടി അമ്മേ. മാമാട്ടിക്കുട്ടി അമ്മയല്ല, മാമാട്ടിക്കുട്ടി അപ്പൻ. ചേട്ടന്റെ വീട്ടില് അച്ഛൻ ക്രിക്കറ്റ് അറിയാം? ക്രിക്കറ്റാണ്. കൊള്ള അച്ഛന് ക്രിക്കറ്റ് അറിയാമോന്നു? എന്തേ? അച്ഛൻ ക്രിക്കറ്റിന്റെ പകുതിയാ. എല്ലാരും ഫുള്ളാണ്, പക്ഷെ അച്ഛൻ ക്രിക്കറ്റിന്റെ പകുതിയാ. എന്നുവെച്ചാ മനസ്സിലായില്ല. ക്രിക്കറ്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ പിന്നെ ക്രിക്കറ്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ കിറുക്കാണല്ലോ. അപ്പൊ അച്ഛന് കിറുക്കാണ്, പക്ഷെ ബാക്കി ഇറ്റ ഞാനാണ്.